എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആദ്യമേ കാണിക്കുന്നത് ഗോവിന്ദനും മുത്തശ്ശനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിവാഹക്കാര്യമാണ് സംസാരിക്കുന്നത്. നവീനെക്കുറിച്ച് ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുന്നൊക്കെയുണ്ട് ഗോവിന്ദൻ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതും കറക്റ്റ് നവീൻ വരുന്നത് ഭയങ്കര സന്തോഷത്തോടെ മുത്തശ്ശൻ ഓടി വന്ന് കെട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞ് അമ്മയും മുത്തശ്ശനും എന്താ വരാതിരുന്നത് എന്ന് ചോദിക്കുമ്പം മുത്തശ്ശൻ ഇന്ന് വല്യമ്മയുടെ വീട്ടിൽ പോയി ഉത്രാടനാളിൽ അങ്ങനെ പോകുന്നൊരു ശീലം ഉള്ളതാണ് എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നാളെ ഇവിടെ ഓണസദ്യ കഴിക്കാൻ നീ വരുമോ എന്ന്. അന്നേരം അമ്മയും പറയും, നാളെ വരികയില്ല, മുത്തച്ഛനും അമ്മയും വരുവാണെങ്കിൽ അവരുടെ കൂടെ വരാം, അല്ലെങ്കിൽ എനിക്ക് അവരുടെ കൂടെ ഇരുന്ന് ഓണം ഉണ്ണണം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗോവിന്ദനോട് ചോദിക്കും, അങ്കിൾ വന്നിട്ട് ഒരുപാട് നേരം ആയോ? അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇല്ല ഒരുപാട് നേരമൊന്നും ആയില്ല, കുറച്ച് നേരം ആയുള്ളൂ എന്ന്. അതിനുശേഷം കനക ഇറങ്ങി വരുന്നുണ്ട്. കനക, അയ്യോ നവീമോൻ വന്നോ എന്ന് പറഞ്ഞ് ഓടി അടുത്ത് വന്ന് സന്തോഷത്തോടെ സംസാരിക്കുന്നു. അന്നേരം ഇവർ രണ്ടുപേരെയും കണ്ടു, നന്ദുവിനെ കണ്ടില്ലല്ലോ. അതുകൊണ്ട് നവീൻ ചോദിക്കും, നന്ദു വന്നില്ലേ എന്ന്. അന്നേരം അയ്യോ നന്ദു വന്നിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുമ്പം നവീൻ പറയുന്നുണ്ട്, വേണ്ട, ചേച്ചിമാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, അവിടെ ഇരുന്നോട്ടെ, പ്രശ്നമില്ല, ഞാൻ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞല്ലേ പോകുന്നുള്ളൂ, സമയമുണ്ടല്ലോ എന്ന് പറയും. അദ്ദേഹം ഗോവിന്ദൻ, അങ്ങനെയല്ലല്ലോ, എന്നാലും മോൻ വന്നു കഴിയുമ്പോൾ മോൻ്റെ അടുത്ത് വന്ന് സംസാരിക്കേണ്ടതല്ലേ നന്ദു, അതുകൊണ്ട് നീ പോയി വിളിച്ചുകൊണ്ട് വാ എന്ന് പറയുന്നു. അങ്ങനെ നന്ദുവിനെ വിളിക്കാനായിട്ട് പോവുകയാണ് കനക. ഈ സമയം നവ്യയും നയനയും നന്ദുവും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പം നവ്യ പറയുന്നുണ്ട്, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, നിൻ്റെ ആഗ്രഹം നടക്കുമെന്നും അറിയത്തില്ല, എല്ലാവരും ഈ വിവാഹമായിട്ട് മുന്നോട്ട് പോകുമല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ സങ്കടം പറയുന്നുണ്ട്. അതുപോലെ നയനയും പറയുന്നുണ്ട് കേട്ടോ, നവീൻ ആയതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും മുടക്കാൻ ശ്രമിക്കാമായിരുന്നു, നവീനോട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് നയനയും വിഷമത്തോടെ പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കും അങ്ങോട്ടേക്ക് കനക വരും. എന്നിട്ട് ദേ നവീൻ മോൻ വന്നു, നീ അവിടെ വന്ന് നവീൻ മോനോട് സംസാരിക്കുക എന്ന് പറയുമ്പം നന്ദി ചോദിക്കും, എന്തിനാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്, ഞാൻ വന്നില്ല എന്ന്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുവാണ്. അന്നേരം വേണ്ട അമ്മേ, അത് ഞാൻ പിന്നെ കണ്ടോളാം, നവീനേട്ടനെ ഞാൻ എന്നും കാണുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം പറ്റിയല്ല, നീ ഇപ്പോൾ അങ്ങോട്ട് ചെല്ലേ എന്ന് പറഞ്ഞ് നന്ദുവിനെ പറഞ്ഞു വിടുവാണേ. പറഞ്ഞു വിട്ട് കഴിയുമ്പം നവ്യ പറയുന്നുണ്ട് കനകയോട്, അവൾക്ക് മുഖത്തൊരു സന്തോഷമില്ലമ്മേ, അവളുടെ മനസ്സിൽ ഇപ്പോഴും അനിയാണ് എന്ന്. അന്നേരം കനക പറയുന്നുണ്ട്, ഞാൻ 1000 തവണ നിങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു രീതിയിൽ അവളെപ്പറ്റി സംസാരിക്കരുത് എന്ന്. ഒരിക്കലും ഈ വീട്ടിലോട്ട് നന്ദുവിനെ കെട്ടിച്ചു വിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ജാനകിയുടെ മുമ്പിൽ വെച്ച് അവളെ വെല്ലുവിളിച്ചിട്ടാണ് ഞാൻ വന്നത്, ഒരിക്കലും എൻ്റെ മകൾ ഈ വീട്ടിലേക്ക് വരില്ല എന്ന്. അതുകൊണ്ട് നിങ്ങളായിട്ട് അവളുടെ മനസ്സിൽ വേറെ ചിന്തകളൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, നന്ദുവിൻ്റെ മുഖത്ത് ഭയങ്കര വിഷമമാണ്, അവൾക്ക് നവീനെ ആ രീതിയിൽ കാണാൻ പറ്റുന്നില്ലെന്നാണ് തോന്നുന്നത് എന്ന്. അന്നേരം കനക പറയും, അതൊന്നും സാരമില്ല, വിവാഹം കഴിഞ്ഞ് കഴിയുമ്പം അവരങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളും, അല്ലെങ്കിൽ തന്നെ പല കേസുകളുമായി ബന്ധപ്പെട്ട് അവർ ഒരുപാട് തവണ ഒരുമിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് കുറേ കഴിയുമ്പം അവരങ്ങ് അഡ്ജസ്റ്റായി പൊയ്ക്കോളും, അതിൻ്റെ അകത്ത് നിങ്ങളായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി എന്ന് പറയും. അതുപോലെ കനക പറയുന്നുണ്ട്, ഞാൻ ആ അനിയെ കണ്ടായിരുന്നു, ആ ചെറുക്കൻ്റെ മുഖത്തൊരു ചിരി പോലുമില്ല, അവൻ അങ്ങനെ വിഷമിച്ച് നടക്കുമ്പം അത് കാണുന്ന നന്ദുവിന് ഒരു വിഷമം വരും, അവൾ ആദ്യമായിട്ട് സ്നേഹിച്ചതല്ലേ അവനെ, അതിൻ്റെ ഒരു വിഷമമാണ്, അത് പയ്യെ മാറിക്കോളും, നിങ്ങളായിട്ട് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കരുത് എന്ന് തന്നെ കനക വീണ്ടും വീണ്ടും പറയുവാണ്. അന്നേരം ആകെ വിഷമമാവുന്നുണ്ട് കേട്ടോ നവ്യയ്ക്ക്. ശരിക്കും നവ്യയ്ക്ക് നന്ദുവും അനിയും എങ്ങനെയെങ്കിലും ഒന്നിക്കണമെന്നാണ് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നവ്യ പറയുന്നുണ്ട്, പണ്ട് അമ്മയ്ക്ക് പണക്കാരുടെ വീട്ടിലോട്ട് കല്യാണം കഴിപ്പിച്ച് വിടണം പെമ്മക്കളെ എന്നായിരുന്നു ആഗ്രഹം, എനിക്കും അങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ അത്യാഗ്രഹം കാണിച്ചതുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി, അതൊന്നും ആഗ്രഹിക്കാത്ത നയനയുടെ ജീവിതത്തിന് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ശ്രദ്ധിക്കേണ്ടത്. കാരണം കനക പറയുന്നുണ്ട്, പേരെടുത്ത മുത്തശ്ശൻ്റെ പേരെടുത്ത മകനാണ്, കൊച്ചുമകനാണ് നവീൻ, അതുകൊണ്ട് അവൾക്ക് അങ്ങനെ വലിയ പ്രശ്നം വരാനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇടയ്ക്ക് പുകഴ്ത്തി പറയുന്നുണ്ടായിരുന്നേ. അതുകൊണ്ട് നവ്യ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, രണ്ടുപേരുടെ മനസ്സിൻ്റെ പൊരുത്തമാണ് നോക്കേണ്ടത്, എങ്കിലേ സന്തോഷമുള്ള ജീവിതം അവർക്ക് കിട്ടൂ എന്നൊക്കെ നവ്യ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നില്ല കനക. ഏതായാലും ഇവിടുന്ന് താഴോട്ട് നന്ദു ചെല്ലുമ്പോഴേക്കും അവിടെ 3 പേരൂടെ നവീനും ഗോവിന്ദനും മുത്തശ്ശനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഓഡിറ്റോറിയം തൊട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം, ശരിക്കും നന്ദുവിൻ്റെ അച്ഛനും അമ്മയായിട്ട് കനകയും ഗോവിന്ദനും നിന്ന് തന്നാൽ മതി, ബാക്കി ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുമ്പോൾ, അയ്യോ അങ്ങനെ എല്ലാ കാര്യത്തിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ലല്ലോ എന്ന് ഗോവിന്ദൻ പറയുമ്പം
മുത്തശ്ശൻ പറയുന്നുണ്ട് അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. ഏതായാലും നവീൻ്റെ ഭാഗത്തു നിന്ന് ഒരു 1500 പേര് കാണും, നമ്മളും അത്ര തന്നെ വേണം. അതുകൊണ്ട് അത്രയും വലിയ ഓഡിറ്റോറിയം ഒക്കെ ബുക്ക് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് കല്യാണത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുവാണേ. അപ്പോഴത്തേക്കുമാണ് നന്ദു വരുന്നത്. നന്ദു വന്നു കഴിയുമ്പം അവിടെ പറഞ്ഞ പോലെ തന്നെ ഇനി നിങ്ങൾ രണ്ടുപേരോട് സംസാരിക്കും, ഞങ്ങൾ കാരണന്മാർ ഇതിനിടയ്ക്ക് ഒരു ശല്യമാകുന്നില്ല, ഞങ്ങൾ മാറിത്തരാമെന്ന് പറയുവാണ്. അന്നേരവും നന്ദു പറയുന്നുണ്ട് ഞാൻ നവീനേട്ടനെ എന്നും കാണുന്നത്, എനിക്ക് പ്രത്യേകിച്ച് സംസാരിക്കാനില്ലെന്ന്. അന്നേരം ഗോവിന്ദൻ അങ്ങനെയല്ലോ എന്നാലും സംസാരിക്കേ എന്ന് പറഞ്ഞ് രണ്ടുപേരൂടെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് അവരകത്തേക്ക് പോകുന്നു. പോയി കഴിയുമ്പോഴത്തേക്കും നവീൻ ചോദിക്കും എന്താ നന്ദു മുഖത്തൊരു തെളിച്ചമില്ലാത്തത്, ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കുമ്പം അങ്ങനെയൊന്നുമില്ല നവീനേട്ടാ എന്ന് പറയും. അന്നേരം നവീൻ പറയുന്നുണ്ട് നന്ദുവിന് ഇങ്ങോട്ട് വരാൻ ചില തടസ്സങ്ങളുണ്ട് എന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ടാണ് ഞാനും കൂടി വരാമെന്ന് തീരുമാനിച്ചതും നന്ദുവിൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞതും എന്ന് പറയുമ്പം നന്ദു പറയും എനിക്ക് അങ്ങനെ തടസ്സങ്ങളൊന്നും ഇല്ല എന്ന്. അന്നേരം നവീൻ പറയുന്നുണ്ട് എനിക്കും കുറേ കാര്യങ്ങളൊക്കെ അറിയാട്ടോ നന്ദു, അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന്. അപ്പം നന്ദു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണേ. അന്നേരം നവീൻ ഇങ്ങനെ മനസ്സിലോർക്കുക നിൻ്റെ മനസ്സിലും എന്നോട് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നറിയാം, അവൻ വാ തുറന്ന് ഒരു കാര്യവും സംസാരിക്കില്ല, അതുപോലെ തന്നെ നീയും വിഷമിച്ച് നിൽക്കുക അല്ലേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നവീൻ ചോദിക്കും അനി എന്തി അവനെ കണ്ടില്ലല്ലോ, അവൻ ഈയിടെയായിട്ട് എന്നോട് എന്തോ പിണക്കം പോലെയാണ്, ഞാൻ വിളിച്ച ഫോൺ എടുക്കാറില്ല, എന്നെ നേരത്തെ പോലെ വിളിക്കാറുമില്ല, ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് വിളിച്ചതാണ് എന്നിട്ടും അവൻ ഫോൺ എടുത്തില്ല എന്നൊക്കെ പറയുമ്പം അത് കണ്ടില്ലായിരിക്കും നവീനേട്ട, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് നിന്നങ്ങ് ഉരുകുക കേട്ടോ നന്ദുവിന് ആകെ വിഷമമാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഇവർ രണ്ടുപേരൂടെ സംസാരിക്കാനായിട്ട് മുകളിലോട്ടൊക്കെ കയറിപ്പോയി. അപ്പം അനി അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ഓടി വന്ന് കനക തടയുക, അതെ ആ മുകളിൽ എൻ്റെ ഭാവി മരുമകനുമായിട്ട് എൻ്റെ ഇളയ മരുമകനുമായിട്ട് എൻ്റെ മോള് സംസാരിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ഇപ്പോൾ അനി അങ്ങോട്ട് പോകണ്ട എന്ന്. അന്നേരം അനി ചോദിക്കും മരുമോനോ അതാരാന്ന്. അന്നേരം അല്ല എൻ്റെ നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്നത് നവീൻ മോനല്ലേ, നവീൻ മോനും നന്ദുവും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ സമയത്ത് അനി അങ്ങോട്ട് പോകണ്ട എന്ന് പറയുക. അനിയുടെ വീടാണേ. എന്നിട്ടാണേ അന്നേരം അനി ചോദിക്കും അതെന്താ ഞാൻ അങ്ങോട്ട് പോയാൽ, ഞാനിപ്പോൾ അങ്ങോട്ട് പോയില്ലെങ്കിലാ പ്രശ്നം, അല്ലെങ്കിൽ തന്നെ ഞാൻ ഒഴിഞ്ഞു മാറുവാണ് അവനോട് സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവന് പരാതിയാണ്. അതിൻ്റെ കൂടെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ അവൻ്റെ അടുത്തേക്ക് പോകാതിരുന്നാൽ ശരിയാകിയല്ല, അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴേക്കും കനക പിന്നെയും പിടിച്ചു നിർത്തും. എന്നിട്ട് കനക പറയുവാണ് അവിടെ ചെന്നിട്ട് നന്ദുവിനോട് ഒരുപാട് സംസാരിക്കാനൊന്നും നിൽക്കരുത് കേട്ടോ, നന്ദുവും നവീനും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചു എന്നുള്ള കാര്യം എനിക്കറിയാലോ എന്ന് പറയുമ്പം എൻ്റെ ആൻറ്റി ഞാനിപ്പോൾ സംസാരിച്ചു എന്ന് കരുതി എന്ത് സംഭവിക്കാനാണ് എന്ന് അനി ചോദിക്കും. അപ്പോഴത്തേക്കും ഗോവിന്ദനും വരും. അന്നേരം ഗോവിന്ദനോട് കനക പറയുവാണ് അല്ല ഗോവിന്ദേട്ട ഞാൻ പറയുമായിരുന്നു അനിയോട് ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട, അവിടെ നന്ദുവും നവീനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് എന്ന്, പക്ഷെ അനിക്ക് പോകണമെന്ന് പറഞ്ഞു എന്ന് പറയും. അന്നേരം അനി ദേഷ്യപ്പെട്ട് ഗോവിന്ദനോട് ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് പോയി സംസാരിച്ചെന്ന് ഓർത്ത് വേറെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാം. എന്തെങ്കിലും കനക ഈ ചെറുക്കനോട് എന്നെ പറഞ്ഞാലും കേൾക്കില്ല, പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ അവന് പോയേ പറ്റുള്ളൂ എന്ന് കനക പറയും. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് പൊയ്ക്കോട്ടെ, അതിന് നമ്മൾ എന്തിനാണ് തടയുന്നത്, നമ്മൾ വിവാഹം നിശ്ചയിച്ചതാണ്, അത് ആ നിശ്ചയിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കും, അതിനിടയ്ക്ക് ഇനി ആര് എന്തൊക്കെ പറഞ്ഞാലും മാറ്റമൊന്നും വരാൻ പോകുന്നില്ല എന്ന് പറയുമ്പം കനക പറയുവാണ് അതല്ല ഗോവിന്ദേട്ട, അവസാന നിമിഷം നവീൻ പിന്മാറിയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകും, അതുകൊണ്ടാണ് എനിക്ക് ടെൻഷൻ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ആ വിവാഹം കഴിയുന്നത് വരെ അനിയും നന്ദുവും കാണണ്ടെന്ന്. അത് പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാകുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ ആകെ വിഷമിച്ച് നിൽക്കുവാണ് കനക. ഏതായാലും മുകളിൽ നിന്ന് രണ്ടുപേരോട് സംസാരിക്കുന്നുണ്ട് നമ്മുടെ നവീനും നന്ദുവും. അന്നേരവും നവീൻ ഈ സെയിം ഡയലോഗ് താഴെ നിന്ന് പറഞ്ഞ അതേ കാര്യം തന്നെ പറയുവാണ്, നന്ദുവിന് ഇങ്ങോട്ട് വരാൻ കുറേ തടസ്സങ്ങളുണ്ട് എന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ടാണ് ഞാനും കൂടി വരാമെന്ന് പറഞ്ഞതും ഇങ്ങനൊരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയെടുത്തതും എന്ന്. അന്നേരം നന്ദു ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. പിന്നെ കുറേ വിശേഷങ്ങളൊക്കെ നവീൻ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് അങ്ങോട്ടേക്ക് അനു വരും. അന്നേരം നവീൻ ചോദിക്കും എന്താടാ നിൻ്റെ മുഖത്തൊരു തെളിച്ചുമില്ലാത്തത്, ഞാൻ വന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന്. അന്നേരം എനിക്ക് ഇഷ്ടപ്പെടായികയൊന്നുമില്ല, നീ എന്താ അങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കും. എന്നിട്ട് എന്തൊക്കെയോ സംസാരിച്ചതിന് ശേഷം അനി അങ്ങ് പോകാൻ തുടങ്ങുവാണേ. നിങ്ങൾ സംസാരിക്കും, ഞാനിനി എൻ്റെ ഇടയ്ക്കൊരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് അനി അങ്ങ് പോയി കഴിയുമ്പോൾ ഭയങ്കര വിഷമമാട്ടോ നന്ദുവിന്. അന്നേരം സംസാരിക്കുന്നതിനിടയ്ക്ക് നവീൻ പറയുന്നുണ്ട് ഈശ്വരൻ നമുക്ക് നാവ് തന്നേക്കുന്നത് ഓരോന്നും പറയേണ്ട സമയത്ത് പറയാനാണ്, അനി അത് പറഞ്ഞില്ല ഞാനത് പറഞ്ഞു, അതുകൊണ്ടാണ് നമ്മുടെ രണ്ടുപേരുടെയും വിവാഹം ഇപ്പം നിശ്ചയിക്കാൻ പോകുന്നത് എന്ന് പറയുന്നു. അന്നേരം വിഷമം അങ്ങ് വരുവാണ് നന്ദു ഇങ്ങനെ സങ്കടപ്പെട്ട്
അസൂയപ്പെട്ട് നവീൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് നവീൻ പറയുന്നുണ്ട്, ഓണമായിട്ട് ഞാൻ നന്ദുവിന് ഗിഫ്റ്റൊന്നും മേടിച്ചില്ല, പിന്നെ ഗിഫ്റ്റൊക്കെ മേടിച്ച് തരാനുള്ളതാണല്ലോ, അതുകൊണ്ട് ഇത് വലിയ കാര്യമാക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അപ്പം നന്ദു പറയും, വേണ്ട, ഈ വീട്ടിലെ എല്ലാവർക്കും ഞാൻ അത്യാവശ്യം ഗിഫ്റ്റൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്, ഇനിയിപ്പം നവീനേട്ടൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഗിഫ്റ്റൊന്നും ആവശ്യമില്ല എന്നും പറയുന്നുണ്ടായിരുന്നു. ഏതായാലും എല്ലാവരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരമൊക്കെ കഴിഞ്ഞു. ഇനി ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള കളികൾ നടക്കുവാണ്. ഇനി നടക്കാൻ പോകുന്നത് കസേരകളിയാട്ടോ. അതിനു മുമ്പ് ഉറിയടി നടത്തിയെന്നും അതിൻ്റെ അകത്ത് മുത്തശ്ശനാണ് ജയിച്ചതെന്നും വയ്യാതിരുന്നിട്ട് മുത്തശ്ശൻ നല്ല ആക്റ്റീവായിട്ട് അതിൻ്റെ അകത്ത് പങ്കെടുത്തു എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും കസേരകളിക്ക് എല്ലാം എടുത്തിട്ട് എന്തെങ്കിലും ഓരോരുത്തർ വന്ന് നിൽക്കുവാണേ. അന്നേരവും കനകയും ഗോവിന്ദനും, അയ്യോ നവീൻ മോനും നന്ദു എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാൻ മേലെ എന്ന് ചോദിക്കുന്നു. അന്നേരവും വേണ്ട എന്ന് പറയുന്നുണ്ട് നന്ദു, സമ്മതിക്കത്തില്ല, മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും കൂടെ മാറി നിന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞ് രണ്ടുപേരെ അങ്ങ് പറഞ്ഞു വിടുവാണ്. അവർ രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കുന്നു. ഇത് കാണുന്ന എനിക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് വിഷമിച്ച് നിൽക്കുക. അന്നേരം കറക്റ്റ് നമ്മുടെ ജലജ ഇത് കാണുന്നു. ജലജ അവന്തികയോട് അനിയുടെ അടുത്ത് പോയി നിൽക്കാൻ പറയുക. എന്നിട്ട് ജാനകിയുടെയും അജയൻ്റെയും അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, കണ്ടോ രണ്ടുപേരും കൂടെ നിൽക്കുന്ന കാണാൻ തന്നെ എന്നെ ഐശ്വര്യ, എന്നിട്ടാണ് നിൻ്റെ മകൻ്റെ കണ്ണിൽ എൻ്റെ മോളെ പിടിക്കാത്തത്, എത്ര പറഞ്ഞാലും അവന് മനസ്സിലാകില്ലല്ലോ എന്നൊക്കെ പറയുമ്പം ജാനകി പറയുന്നുണ്ട്, അതൊന്നും കാര്യമാക്കണ്ട, അതേ മാറി നിന്ന് രണ്ടുപേരും സംസാരിക്കുന്നില്ലേ, അവരെ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം സെറ്റായിക്കോളും എന്ന്. അന്നേരം ജലജ, അങ്ങനെയൊക്കെ പറയും, പക്ഷേ ഇപ്പോഴും അവൻ്റെ കണ്ണ് നന്ദുവിൻ്റെ ദേഹത്താണ്, എത്ര തവണ അവളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു, നീ ഇതൊന്നും കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പം ജാനകി പറയുന്നുണ്ട്, എനിക്ക് അതൊന്നും നോക്കാൻ സമയമില്ല, പിന്നെ നിനക്കാണല്ലോ നിൻ്റെ മകളുടെ ഭർത്താവായിട്ട് അനിയെ വേണ്ടത്, അതുകൊണ്ട് അവൻ്റെ കാര്യമൊക്കെ നീ നന്നായിട്ട് ശ്രദ്ധിക്കുമായിരിക്കും, ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല എന്ന് പറയുമ്പോഴത്തേക്കും, അതെ എൻ്റെ മകളുടെ ഭർത്താവായിട്ട് ഞാൻ അനിയെ കണ്ടുപോയി, അതുകൊണ്ട് എനിക്ക് അവനെ ശ്രദ്ധിക്കാൻ തോന്നുന്നത്, എൻ്റെ മകനെ പോലെ ഞാൻ കണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് ഒന്ന് പതപ്പിച്ച് വിടുന്നുണ്ട്. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് കസേരകൾ തുടങ്ങുവാണ്. അന്നേരം മുത്തശ്ശനും മുത്തശ്ശിയൊന്നും ഇല്ല, ബാക്കി എല്ലാവരും വന്നിരുന്നു. അതുപോലെ നയന ഇതിനിടയ്ക്ക് അനഘയും കുഞ്ഞിനെയും കൊണ്ടിരുത്തി. ഇതൊന്നും ജാനകിക്കും ജലജയ്ക്കും ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഏതായാലും കസേരകളി തുടങ്ങി. അപ്പം എല്ലാവരും കസേര കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർ ഔട്ടായി പോകുന്നു. അവസാനത്തേക്ക് വരുന്നത് അനിയും നന്ദുവും നവീനും അവന്തിക. അപ്പം ജലജ ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഈശ്വര അവസാന റൗണ്ടിൽ വരുന്നത് അനിയും അവന്തികയും ആവണേ എന്ന്. അതുപോലെ നേരെ ഓപ്പോസിറ്റ് ആഗ്രഹിക്കുവാണ് കനകയും ഗോവിന്ദനോട് പറയുന്നുണ്ട്, അവസാന റൗണ്ടിൽ നവീൻ മോനും നന്ദുവും വന്നാൽ മതിയായിരുന്നു, അതാണ് എൻ്റെ ആഗ്രഹം എന്ന്. അന്നേരം ഗോവിന്ദൻ പറയും, എൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. അപ്പം നേരെ തൊട്ടിപ്പുറത്ത് നിന്ന് നവ്യ പറയുക നയനയോട്, ഈശ്വര അവസാന റൗണ്ടിൽ അനിയും നന്ദുവും വന്നാൽ മതിയായിരുന്നു, അതിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന്. അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥന കഴിഞ്ഞ് ഏതായാലും കസേര കളിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് അവസാനം അവന്തികയെ അങ്ങ് ഔട്ടായി പോവുക. അന്നേരം ജലജ, ഇത് കള്ളക്കളിയാണ് എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ പറയും, നീയും നിൻ്റെ മോളും ഔട്ടാകുമ്പോൾ മാത്രം കള്ളക്കളി, ബാക്കിയെല്ലാം ശരിയാണല്ലോ, മിണ്ടാതിരിക്കടി എന്ന് പറയുവാണ്. അങ്ങനെ അവസാന റൗണ്ടിൽ കളിക്കാൻ വരുന്നത് അനിയും നന്ദുവും നവീനുമാണ്. അന്നേരം നവീൻ മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇവർ തമ്മിലാണ് ഒന്നിക്കേണ്ടത്, അതുകൊണ്ട് ഞാൻ തോറ്റു കൊടുക്കുന്നതാണ് നല്ലത് എന്ന്. ബാക്കി എല്ലാവരും അവരുടേതായ പ്രാർത്ഥനകളുമായിട്ട് നിൽക്കുന്നു. ഏതായാലും രണ്ട് കാമുകന്മാർക്ക് ഇടയിൽ ആകെ വിഷമിച്ച് നിൽക്കുന്ന നന്ദുവിനെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ തീരുന്നു.